എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ നടന്ന വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇഞ്ചി നടന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി എല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞൾ നമ്മൾ നടാനായിട്ട് കുറച്ച് വൈകിട്ടോ, കാരണം പറഞ്ഞാൽ നല്ല മഴയൊക്കെ ആയിരുന്നുകൊണ്ട് നമുക്ക് നടാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നമ്മൾ പുറത്താണ് വെച്ചിരുന്നത്, വീടിൻ്റെ നമ്മളൊരു ഷെഡിലോ അങ്ങനെയൊന്നും അല്ല വെച്ചിരുന്നത്, പുറത്ത് വെച്ചിരുന്നതുകൊണ്ട് തണുപ്പൊക്കെ ആയി മഴ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടോ എല്ലാം ഇതേപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നട്ടു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് നന്നായി വരില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ വിത്തുകളിൽ നിന്നും ഇതേപോലെ മുള വന്നു. അപ്പോൾ ഇനി നമ്മൾ ക്യാനുകളിൽ പോട്ടിംഗ് മിക്സ് നിറച്ച് നട്ടു കൊടുക്കുക കേട്ടോ. ഏറ്റവും അടിയിൽ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് ചിന്തേർ പൊടിയാണ്. കിടക്കുന്ന ഈ ചിന്തേർ പൊടി നമ്മൾ കഴുകി വാരി ഇട്ടിരിക്കുന്നതാണ് മണ്ണിൻ്റെ മുകളിലോട്ട്. അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് മിക്സും റെഡിയാക്കിയേക്കുന്നത് കേട്ടോ. പകുതിയോളം ചിന്തേർ പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിന്തേർ പൊടിയിലോട്ട് പകുതി മണ്ണും പകുതി ചിന്തേർ പൊടിയും, അതേപോലെ തന്നെ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്താണോ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ തൈകൾ വെച്ച് കൊടുക്കാം. നമ്മുടെ മഞ്ഞൾ ഇതേപോലെ മുളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒരു ക്യാനിലോട്ട് 2 തൈ വെച്ചിട്ട് നട്ടു കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും മുളച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ വിത്ത് വെച്ചിട്ട് 2 സൈഡിലും നട്ടു കൊടുത്താൽ മതി. ഇപ്പം മുളച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി നന്നായി വരില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ക്യാനിൽ 2 എണ്ണം വെച്ചിട്ടാണ് കേട്ടോ നട്ടു കൊടുക്കുന്നത്. ഇതേപോലെ നട്ടു കൊടുക്കുന്നുണ്ട്. ക്യാൻ ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്നതെന്ന് വെച്ചാൽ അടിയിൽ ചിന്തേർ പൊടി ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതങ്ങോട്ട് താഴേക്ക് പൊക്കോളും. അപ്പം നമുക്ക് വിത്ത് വളം ഇടാനുള്ള സ്ഥലവും കിട്ടുമേ. നമുക്കിതെല്ലാം ഒന്ന് നട്ടു കൊടുക്കാം. നമ്മളെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി നടാനുണ്ട് കേട്ടോ. കുറച്ച് ക്യാനുകളും കൂടി നിറച്ചിട്ട് വേണം. വേറെ 4 ക്യാനിൽ നമ്മൾ നേരത്തെ നട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് 5 ക്യാനിലും കൂടി നട്ടിട്ടുണ്ട്. ഇനി ഒരു 10 ക്യാനിലും കൂടി നടാനുള്ള മഞ്ഞൾ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ മുളച്ചത് ആദ്യം നടാമെന്ന് വെച്ചിട്ടാണ്. നമ്മൾ വളമൊക്കെ ചേർത്ത് പോട്ടിംഗ് മിക്സ് ചേർത്ത് തൈയിലേക്ക് തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെച്ച് കൊടുക്കുന്നത് വാഴക്കച്ചിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കരിയിലകൾ ഇട്ട് കൊടുക്കാം, പച്ച ഇലകൾ ഇട്ട് കൊടുക്കാം. ഇനി നല്ല മഴ വരുന്ന സമയമാണല്ലോ. അപ്പോൾ ഈ കുത്തി വീണ് വിത്തുകൾ ഒത്തിരി താഴേക്ക് പോകും. അല്ല മുളച്ച് വരുന്ന തൈകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒടിഞ്ഞു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. പിന്നീട് ഇത് വളമായിട്ട് മാറിക്കോളുകയും ചെയ്യും. നമ്മൾ വളമിട്ട് മൂടി കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും ഇത് ദ്രവിച്ച് മണ്ണിനോട് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ മഞ്ഞൾ നടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്